നമസ്കാരം. ഇന്നു മുതൽ ഇത് ഉരച്ചു നോക്കാനുള്ള ക്യൂ ആയിരിക്കും ഈ പ്രബുദ്ധ കേരളത്തിൽ. അതിന്റെ തൂക്കം, അളവ് മുതൽ ആ കൊന്തയിലുള്ള മണികളുടെ എണ്ണം വരെയെടുത്ത് ഓഡിറ്റിംഗ് ഇരവാദമിറക്കും പ്രബുദ്ധർ. തൃശൂർ എംപിയായ സുരേഷ് ഗോപി ലൂർദ് മാതാവിന് വേണ്ടി സ്വർണ്ണ കിരീടത്തിന് ശേഷം ഇപ്പോൾ സ്വർണ്ണ കൊന്ത സമർപ്പിച്ചതിന്റെ പിന്നാലെ ശ്രദ്ധയിൽപ്പെടുന്ന ഒരു പ്രധാനപ്പെട്ട ഫേസ്ബുക്ക് കുറിപ്പാണ് ഇത്. ആ ഫേസ്ബുക്ക് കുറിപ്പിന്റെ ആദ്യ വരികളാണ് ഇപ്പോൾ ഞാൻ വായിച്ചത്. സാമൂഹ്യ പ്രവർത്തകയായിട്ടുള്ള അഞ്ജു പാർവതി പ്രഭീഷാണ് ഇങ്ങനെ ഒരു കുറിപ്പ് പങ്കുവച്ചിരിക്കുന്നത്. ഇവിടെ എന്തുകൊണ്ട് ഇവർക്ക് ഇത്തരമൊരു കുറിപ്പ് പങ്കുവെക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം ഉണ്ടായി എന്നത് ഏറെ ശ്രദ്ധേയമാകുകയാണ്. അതായത് തങ്ങളാൽ ചെയ്യാൻ സാധിക്കുന്നത് പോലും ചെയ്യാതെ കയ്യും കെട്ടി നോക്കി നിൽക്കുന്ന സൈബർ ഇടങ്ങളിൽ ഉൾപ്പെടെ ഗീർവാണം അടിക്കുന്ന അന്തംഗമികൾ ഇതിനു മുമ്പ് അദ്ദേഹം വ്യക്തിപരമായി ലൂർദ് മാതാവിന് സമർപ്പിച്ചിരുന്ന സ്വർണ്ണ കിരീടത്തെ പോലും ആരും അറിയാതെ ഉരച്ചു നോക്കി അതിന്റെ പേരിൽ വിവാദമുണ്ടാക്കാൻ നോക്കിയ കക്ഷികളാണ് എന്നതാണ് ഇതിന്റെ പ്രധാന കാരണം. അതിനാൽ ഇനിയും അങ്ങനെ ഒരു വിവേകമില്ലാ ചിന്ത വരാതിരിക്കാൻ അല്ലെങ്കിൽ അവർക്കൊരു മുന്നറിയിപ്പായിട്ട് ഈ കുറിപ്പ് ഇവിടെ അനുയോജ്യം തന്നെയാണ്. എന്തായാലും അഞ്ജു പാർവതി പ്രഭീഷ് പങ്കുവച്ചിരിക്കുന്ന ആ കുറിപ്പിന്റെ പൂർണ്ണ രൂപം ഇവിടെ പറയുന്നു. ഇന്നു മുതൽ ഇത് ഉരച്ചു നോക്കാനുള്ള ക്യൂ ആയിരിക്കും പ്രബുദ്ധ കേരളത്തിൽ. അതിന്റെ തൂക്കം, അളവ് മുതൽ ആ കൊന്തയിലുള്ള മണികളുടെ എണ്ണം വരെയെടുത്ത് ഓഡിറ്റിംഗ് ഇരവാദമിറക്കും പ്രബുദ്ധർ. അന്നത്തെ സ്വർണ്ണ കിരീടം ഉരച്ചു നോക്കി തൂക്കമെടുത്തവർക്ക് പിന്നീട് എന്ത് സംഭവിച്ചു എന്ന് തൃശൂർ കാണിച്ചു തന്നതാണ്. എന്നാലും പ്രബുദ്ധരുടെ നെഞ്ചത്തടിച്ചുള്ള നെലോളിക്ക് ഒരു കുറവും ഇല്ല എന്ന ഈ വാർത്തയ്ക്ക് കീഴേ വരുന്ന കമന്റുകളും തൃശൂർ ഉണ്ടായ ഭൂചലനം വെച്ച് വരുന്ന ട്രോളുകളും കാണിച്ചു തരുന്നുണ്ട്. ഇഷ്ടമില്ലാത്ത അച്ചി തൊടുന്നത് എല്ലാം കുറ്റം എന്ന് പോലെയാണ് സുരേഷ് ഗോപി എന്ന മനുഷ്യനും അദ്ദേഹത്തിന്റെ കുടുംബവും എന്ത് ചെയ്താലും അതിൽ നെഗറ്റീവ് മാത്രം കണ്ടെത്തുന്ന കുറെ കുഴുത്തുരുമ്പ മനുഷ്യർ ഉള്ളത് കൊണ്ട് എന്ത് സംഭവിച്ചു എന്ന് വെച്ചാൽ ഒന്നുമില്ല. സുരേഷ് ഗോപി തൃശൂർ അങ്ങെടുത്തു, അത്രയേ ഉള്ളൂ. ഗുരുവായൂർ കല്യാണ വിവാദം അടപടലം തേഞ്ഞു കഴിഞ്ഞപ്പോൾ പൊക്കിക്കൊണ്ടുവന്നതായിരുന്നു മകളുടെ വിവാഹ നേർച്ചയായിട്ട് തൃശൂർ ലൂർദ് മാതാവിന് സമർപ്പിച്ച സ്വർണ്ണ കിരീട ചെമ്പ് വിവാദം. കിരീടം ചെമ്പായിരുന്നുവോ സ്വർണം ആയിരുന്നുവോ എന്ന് കരഞ്ഞവർക്ക് കൃത്യമായിട്ട് മറുപടി കൊടുത്ത തൃശൂർ ഗഡികൾ. കൊല്ലം ഇഫക്ട് ജീസസ് കോൺവെന്റിൽ സ്കൂൾ വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ ശ്രീ സുരേഷ് ഗോപിക്ക് സ്വന്തം വിശ്വാസത്തിനൊപ്പം ക്രൈസ്തവ വിശ്വാസം ഉണ്ടാവുക സ്വാഭാവികമെന്ന് പോലും മനസ്സിലാക്കാൻ കഴിയാത്ത വിവരം കേട്ട കുറെ മനുഷ്യർ, അവർ ഉണ്ടാക്കുന്ന കോലാഹലം. അതുകൊണ്ട് അങ്ങേരുടെ ക്രെഡിബിലിറ്റി ഗ്രാഫ് നേരെ മുകളിലേക്ക് കുതിച്ചു. അത്രമാത്രം. ഓരോ വ്യക്തികൾക്കും ഈശ്വരൻ എന്നത് അവൻ്റേത് ആയിട്ടുള്ള ഒരു വിശ്വാസമാണ്. അതിൽ രാഷ്ട്രീയമിട്ട് കൂട്ടിക്കുഴക്കരുത്. എന്റെ പൂജാമുറിയിൽ എണ്ണമറ്റ ഹൈന്ദവ ദൈവന്മാരുടെ ചിത്രങ്ങളുണ്ട്. പ്ലാസ്റ്റർ ഓഫ് പാരീസ് തൊട്ട് ചെമ്പു ശില്പങ്ങൾ വരെയുണ്ട്. അതിന്റെ ഇടയ്ക്ക് വേളാങ്കണ്ണി മാതാവുണ്ട്, ഉണ്ണിയേശുവുമുണ്ട്. പിന്നീട് ഉള്ള ഇത്തിരി സ്പേസിൽ സായിബാബയും ഷിർദി ബാബയും ഉണ്ട്. അവരൊക്കെ ഉള്ളിടത്ത് തന്നെ ഒരു ചെറിയ പീഠത്തിൽ ഭീമാപള്ളിയിൽ നിന്ന് കിട്ടിയ പച്ചപ്പട്ടിന്റെ ചെറു കഷ്ണവുമുണ്ട്. വൈകിട്ട് വീട്ടിൽ തിരി തെളിച്ച് രാമനാമം ജപിച്ചു ഇത്തിരി നേരം അവർക്കൊപ്പം ഇരിക്കുമ്പോൾ കിട്ടുന്ന മനസുഖം, പോസിറ്റീവ് ഫീൽ, അതൊക്കെയാണ് എനിക്ക് ദൈവങ്ങളിലുള്ള വിശ്വാസം. മതം തലയ്ക്ക് പിടിക്കാത്ത സാധാരണ മനുഷ്യർക്ക് ദേവാലയങ്ങൾ എന്നതാ ഈശ്വരൻ വസിക്കുന്ന ഇടം എന്ന് മാത്രമാണ് അർത്ഥം. പല പേരുകളിൽ അറിയപ്പെടുന്ന സർവശക്തനായ പ്രപഞ്ചനാഥൻ. അങ്ങനെയുള്ളവർക്ക് അമ്പലത്തിൽ പോകുന്ന അതേ പോസിറ്റീവ് ഫീൽ ഇതര മത ദേവാലയങ്ങളിൽ പോയാലും കിട്ടും. അതിന് ഹൃദയം ശുദ്ധമായിരിക്കണമെന്ന് മാത്രം. അങ്ങനെയുള്ളവർക്ക് സുരേഷ് ഗോപി എന്ന വ്യക്തിയെ കൃത്യമായി മനസ്സിലാകും. കേവലം 4 വോട്ട് കിട്ടാൻ വേണ്ടി സ്വന്തം വിശ്വാസത്തെ തള്ളിപ്പറഞ്ഞു ഇതര മതമാണ് മഹത്തരമെന്ന് ഉദ്ദേശിക്കുന്ന കപട മതേതരർക്ക് അത് മനസ്സിലാവില്ല ഒരിക്കലും. അങ്ങേര് മാതാവിനോട് തന്റെ ആഗ്രഹം ഒരു നേർച്ചയായി നേർന്നു. ആ നേർച്ച ഫലം കണ്ടു. അതിന്റെ ഉപകാര സ്മരണ സ്വർണ്ണ കൊന്തമാലയായി ലൂർദ് മാതാവിന് ഹൃദയം കൊണ്ട് സമർപ്പിച്ചു. എന്തിനും ഏതിലും വിവാദം കണ്ടെത്തുന്നവർക്ക് ഏതൊരു നല്ല കാര്യവും വെറും ഷോ മാത്രമായിരിക്കും. എന്നാൽ ചെയ്തതിന്റെ ഉദ്ദേശശുദ്ധി ചെയ്തയാൾക്ക് അറിയാവുന്നിടത്തോളം അയാൾ തന്റെ കർമ്മ പദ്ധതിയിലൂടെ ആരെയും ശ്രദ്ധിക്കാതെ നടന്നു പോകും. മറ്റുള്ളവർ കുരച്ചുകൊണ്ട് പിന്നാലെ കൂടും എന്ന് മാത്രം.